നമുക്ക് ഇന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെയും അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെയും കാൽക്കുലേഷൻ കൃത്യമായിട്ട് പഠിക്കാം. പല രീതിയിലും ചോദിക്കാറുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാൽക്കുലേഷനും. അപ്പോൾ നമുക്കത് കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ ആഷിഖ് ആൻഡ് വിഷ്ണു രണ്ടാളുകളുണ്ടല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻസ് ആണ് ആദ്യം പഠിക്കണം. ഫേമിൻ്റെ എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ് എഴുതുക, കാരണം എക്സ്പെൻസ് ആയതുകൊണ്ട്. അതുപോലെ പാർട്ണേഴ്സ് അക്കൗണ്ട്, പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റിലാണ് എഴുതുക. പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്താണ്. ആഷിഖ് വിഷ്ണു രണ്ടാൾക്കാരുണ്ട്. രണ്ടാൾക്കാരും ഫേമിൻ്റെ പാർട്ണേഴ്സ് ആണ്. ഒരു ഫേമിൽ പാർട്ണേഴ്സ് ആണ്. their ക്യാപിറ്റൽ അക്കൗണ്ട്, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോ ചെയ്തു, കാണിക്കുകയാണ്. ദ ബാലൻസ് ഓൺ 1 ജനുവരി 2023, 1/1/2023, അതായത് സ്റ്റാർട്ടിങ്ങിൽ ബാലൻസ് BD ഓപ്പണിംഗ് ബാലൻസ് ആഷിക്കിൻ്റെ 80,000 രൂപ ഉണ്ട്. അപ്പോൾ തുടങ്ങുമ്പോഴേ 80,000 ഉണ്ടെങ്കിൽ അതിന് മുഴുവനായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഒരു വർഷം ഉണ്ടല്ലോ അത്. അതേപോലെ വിഷ്ണു 50,000 രൂപ വിഷ്ണുവിൻ്റെ ക്യാപിറ്റൽ ഉണ്ട്. നോക്കാം. ഡ്യൂറിങ് ദ ഇയർ 2023, ഈ വർഷത്തിനിടക്ക് 2023 ആഷിഖ് ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ. ആഷിക്ക് പിന്നെയും പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ആഷിക്ക് പിന്നെയും പൈസ ഇറക്കി. അപ്പോൾ ഇത് എന്നാ ഇറക്കിയതെന്ന് ഇവിടെ തന്നിട്ടില്ല. നോക്കാം. 40,000 ആഷിക്ക് ഇറക്കി. യെസ്, 1 ജൂലൈ 1 ഇറക്കി. അപ്പോൾ ജനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. അപ്പോൾ ഡിസംബർ 31 ആയിരിക്കും ക്ലോസ് ചെയ്യുക. അപ്പോൾ 12 മാസം അങ്ങനെ വരിക, ജനുവരി ടു 31 ഡിസംബർ. സോ ജൂലൈയിലാണ് പിന്നെ അഡീഷണൽ കോൺട്രിബ്യൂഷൻ ആഷിക്കിൻ്റെത് വരുന്നത്. ജൂലൈ 1, അവൻ ജൂലൈ കൂട്ടണം. 1 ആണെങ്കിൽ ജൂലൈ കൂട്ടണം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അഡീഷണൽ കോൺട്രിബ്യൂഷൻ 6 മാസത്തേക്ക്. അതേപോലെ വിഷ്ണു ബ്രോട്ട്, വിഷ്ണു കൊണ്ടുവരികയാണ്. 20,000 രൂപ വിഷ്ണു കൊണ്ടുവന്നു മെയ് മാസം, മെയ് 2023. 1 ജൂലൈ എന്നാണ് പറഞ്ഞത്, മെയ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. സോ ഫസ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. 1 ജൂലൈ ആൻഡ് മെയ് എന്നുള്ള രീതിയിലാണ്. സോ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 8 മാസം. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദെയർ ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര പെർസെൻറ്റേജ്? 10%. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31 ഡിസംബർ. എല്ലാ വർഷവും 31 അവസാനിക്കുക. ഡിസംബർ 31. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. നല്ല സിമ്പിൾ ആയിട്ടുള്ള, നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കാം. ഫസ്റ്റ് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ, എക്സാമിനൊക്കെ എഴുതുമ്പോൾ നല്ല വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പം ഞാനിത് എഴുതുകയാണ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ദ ഇയർ 2023, ഫോർ ദ ഇയർ 2023. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 പാർട്ണേഴ്സ് ഉണ്ട് അല്ലേ, ആഷിക്കും ഉണ്ട് വിഷ്ണു ഉണ്ട്. ഇത് നമുക്ക് കോളം വരച്ച് ചെയ്യാം. അതാണ് കുറച്ച് ഭംഗി കാണാൻ. അല്ലാതെ ചെയ്ത് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്യുമ്പോൾ നോക്കുന്ന ആൾക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഞാനിത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി നോക്കുക. ഇങ്ങനെ എഴുതാണ് ബെറ്റർ. ഇതാണ് കുറച്ച് ഭംഗി. പർട്ടിക്കുലേഴ്സ് ആഷിക്ക് വിഷ്ണു. മക്കളെ ബാലൻസ് ഉണ്ട് അല്ലേ. സ്റ്റാർട്ടിങ് ഡേറ്റിൽ ബാലൻസ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ്, ആഷിഖ് ആൻഡ് വിഷ്ണു ആർ പാർട്ണേഴ്സ്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട് 1/1/2023. 1/1/2023 1 തീയതി തന്നെ തുടങ്ങുമ്പോൾ ജനുവരി തന്നെ ബാലൻസ് ഉണ്ട്. ആഷിക്കിൻ്റെ 80,000, വിഷ്ണുവിൻ്റെ 50,000. നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ ബാലൻസ് 1/1/2023. നമുക്ക് ആദ്യം ആഷിക്കിൻ്റെ ചെയ്യാം. ആഷിക്കിൻ്റെ എത്ര രൂപ ബാലൻസ് ഉണ്ട്? സ്റ്റാർട്ടിങ്ങിൽ 80,000. അപ്പം ആഷിക്കിൻ്റെത് 80,000. ഈ 80,000ൻ്റെ 10% ഇൻട്രസ്റ്റ്. ഇത് ഫുള്ളുണ്ടാവും. 10% ഈ പെർസെൻറ്റേജ് ഒക്കെ ഒരു വർഷത്തേക്ക് പറയാം. സോ 8,000 ആഷിക്കിൻ്റെ ഇൻട്രസ്റ്റ്. 80,000ൻ്റെ 10% 8,000. കാൽക്കുലേറ്ററൊക്കെ ചെയ്ത് നോക്കുക. അതിൻ്റെ ആവശ്യമില്ല, ഒരു 0 കട്ട് ചെയ്താൽ മതി. 10% ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതേപോലെ വിഷ്ണുവിൻ്റെ കേസ് ചെയ്യുമ്പോൾ
എത്ര വിഷ്ണുവിൻ്റെ കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ടിങ്ങിൽ? 50,000 അല്ലേ? 50,000ത്തിന് 10% ഉണ്ടാവും. നമുക്ക് നോക്കാം. 50,000 ആണ് വിഷ്ണുവിൻ്റെ കോൺട്രിബ്യൂഷൻ, അതിന് 10% എത്ര ഉണ്ടാവും? 5,000. ഈ ഇൻട്രസ്റ്റ് എന്തായാലും നമ്മൾ കൊടുത്തേ പറ്റൂ. മതി, കഴിഞ്ഞോ? ഇല്ല. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ മേലെ കൊടുക്കണം. അഡീഷണൽ ആയിട്ട് പിന്നെയും പൈസ ഇറക്കി. നമ്മുടെ ആഷിക്ക് ജൂലൈ 1 ഇറക്കി, നമ്മുടെ വിഷ്ണു മെയ് 1 ഇറക്കി. അപ്പോൾ അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഫുള്ള് കൊടുക്കണ്ട കേട്ടോ, കാരണം ആഷിക്കിന് കൊടുക്കുന്ന അത്ര കൊടുക്കണ്ടാവില്ല. അത് നമ്മൾ എമൗണ്ടിനനുസരിച്ചാണ് നോക്കാം. ആഷിക്കിന് 6 മാസത്തേക്ക്, വിഷ്ണുവിന് 8 മാസത്തേക്കാണ്. വിഷ്ണുവിനാണ് കൂടുതൽ ഉണ്ടാവും, 8 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ കൊടുക്കാൻ നോക്കാം. ലിസൺ, ശ്രദ്ധിക്കുക. അഡീഷണൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ അഡീഷണൽ എമൗണ്ട്. അഡീഷണൽ എമൗണ്ടിൻ്റെ മേലെ അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളൊന്ന് എഴുതാൻ നോക്കാം. എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ ആഷിക്ക് അഡീഷണൽ ആയിട്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? ആഷിക്ക് ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ 40,000. ആഷിക്ക് 40,000 കോൺട്രിബ്യൂട്ട് ചെയ്തു ജൂലൈ 1. എണ്ണിക്കോ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 6 മാസം. അപ്പോൾ 40,000ൻ്റെ ആഷിക്കിന് 40,000ൻ്റെ 10% എത്ര ഉണ്ടാവും? 4,000. അത് ഫുള്ള് വേണ്ട, അത് 6 മാസത്തേക്ക് മതി. 6/12. 6/12 പറഞ്ഞാൽ അതായത് 40,000 × 10% 4,000 ഉണ്ടാവും. അതിനെ 12 കൊണ്ട് ഹരിക്കുക, അപ്പോൾ ഒരു മാസത്തെ കിട്ടും. 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 മാസത്താവും. എത്ര ഉണ്ടാവും? 2,000. ഈ 2,000 ആണ് ആഷിക്കിന് ഉണ്ടാവുന്ന അഡീഷണൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതേപോലെ നമ്മുടെ വിഷ്ണുവിന് എത്ര ഉണ്ടാവും? വിഷ്ണു അഡീഷണൽ ആയിട്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു? വിഷ്ണു അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് 20,000. അപ്പോൾ 20,000ത്തിന് 10%. 20,000ത്തിന് 10% ചെയ്ത് നോക്കാം. 20,000ത്തിന് 10% എത്ര ഉണ്ടാവും? 2,000 ഉണ്ടാവും അല്ലേ? 20,000ത്തിന് 10% 2,000. പക്ഷെ നമ്മൾ എത്ര മാസത്തേക്ക് ആക്കണം? 8 മാസത്തേക്ക്. മെയ് മാസമല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്തത്? 2,000 × 8/12 1333 എന്നാണ് ഉണ്ടാവുക. 8 മാസത്തേക്ക് ആകുമ്പോൾ 1333. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര കിട്ടും? ഇവിടെ എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മുടെ ആഷിക്കിന് എത്ര ഉണ്ട്? 10,000 മൊത്തം കിട്ടില്ല. 8,000 രൂപ ബാലൻസിൻ്റെ മേലെയും അഡീഷണൽ ആയിട്ടുള്ള 2,000 അടക്കം 10,000 കിട്ടും. അതേപോലെ നമ്മുടെ വിഷ്ണുവിന് എത്ര കിട്ടും? 6,333 കിട്ടും. ഇത് കൂട്ടി നോക്കി നമുക്ക് മനസ്സിലാവും. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സലോനി ആൻഡ് സൃഷ്ടി. ഇവിടെ 2 ആൾക്കാരുണ്ട് അല്ലേ? ഒന്ന് സലോനിയാണ്, പിന്നെ ആരാണ്? സൃഷ്ടിയാണ്. ഇവർ 2 ആൾക്കാരും ഫേമിൻ്റെ പാർട്ട്നേഴ്സാണ്. 2 ആൾക്കാരുണ്ട്, സലോനി, സൃഷ്ടി. ദർ ക്യാപിറ്റൽ അക്കൗണ്ട് ആസ് ഓൺ ഏപ്രിൽ 1, 2016. 1/4 ഇത് ഏപ്രിൽ മാസമാണ് സ്റ്റാർട്ടിങ്. 1/4, 2016 ബാലൻസ് ഉണ്ട്. സലോണിയുടെ ബാലൻസ് 2 ലക്ഷം, സൃഷ്ടിയുടെ ബാലൻസ് 3 ലക്ഷം ഓപ്പണിംഗ് ബാലൻസ്. ഓൺ ജൂലൈ 1, 2016 ജൂലൈ മാസം ആയപ്പോൾ സലോനി ഇൻട്രഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ. സലോനി പിന്നെ പൈസ ഇറക്കി, അഡീഷണൽ ആയിട്ട് സലോനി കോൺട്രിബ്യൂട്ട് ചെയ്തു. എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു? 50,000. സൃഷ്ടി അതേ ദിവസം 60,000 കോൺട്രിബ്യൂട്ട് ചെയ്തു ജൂലൈ മാസം. അപ്പോൾ എണ്ണാണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, നിർത്താനായിട്ടില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മാസം ഉണ്ട്. അതിൻ്റെ കാരണം എന്താ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസംബർ വരെ നിർത്തി, ഈ ക്വസ്റ്റ്യൻ നിർത്താൻ പറ്റില്ല. കാരണം ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഏപ്രിലാണ്. അപ്പോൾ മാർച്ച് വരെ പോകും, അടുത്ത വർഷം മാർച്ച് വരെ പോകും. ഇത് ഫിനാൻഷ്യൽ ഇയറാണ്. ക്ലിയർ? സോ ഇനി അടുത്ത ഇവിടെ അഡീഷണൽ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ് സ്റ്റോപ്പ് ആവണില്ല കേട്ടോ. ഓൺ ഒക്ടോബർ 1, ഒക്ടോബർ മാസം 1-ാം തീയതി ആയപ്പോൾ സലോനി വിഡ്രൂ, സലോനി പിൻവലിച്ചു 30,000. എന്നാൽ ജനുവരി 1, 2016 ആയപ്പോൾ സൃഷ്ടി 15,000 പിൻവലിച്ചു. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഡ്രോയിങ്സ് നടക്കുന്നുണ്ട്. അഡീഷണൽ ക്യാപിറ്റലും ഉണ്ട്, സെയിം ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സും ഉണ്ട്. സോ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വരച്ചനെ ചെയ്യാം. ഫ്രം ദയർ ക്യാപിറ്റൽ 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഇതും കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ലിസൺ, എങ്ങനെയാണിത് സോൾവ് ചെയ്യുക? ശ്രദ്ധിക്കുക. ഞാൻ ഹെഡിങ് എഴുതാണ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ
ഫോർ ദ ഇയർ എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ വർഷം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ? 2016-17 അല്ലേ? 2016-17 ഈ വർഷത്തേക്കാണ് ചെയ്യാനുള്ളത്. 2016-17 നമ്മൾ ഇതേപോലെ കോളൊക്കെ വരച്ച് ചെയ്യുക. അതാണ് കുറച്ച് ഭംഗി കേട്ടോ. ഫോർമാറ്റൊക്കെ വരച്ചിട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഫോർമാറ്റ് വരയ്ക്കുകയാണ്. പർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ സലോനിയുടെ കോളം, പിന്നെ സൃഷ്ടിയുടെ കോളം. പർട്ടിക്കുലേഴ്സ്, സലോനി, സൃഷ്ടി, അങ്ങനെ 2 കോളം ഉണ്ടാവും. ലിസൺ, ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് കാണാം. അപ്പോൾ എഴുതുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ ബാലൻസ് 1/4/2016. സ്റ്റാർട്ടിങ്ങിലുള്ള ബാലൻസ് 1/4/2016 എത്ര രൂപ ക്യാപിറ്റൽ അവരുടെ കോൺട്രിബ്യൂഷനായിട്ട് അവിടെ ഉണ്ടോ അതിൻ്റെ മേലെ ഒരു വർഷത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈസി. ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഇവിടെ 2 ആൾക്കാരുണ്ട് അല്ലേ? ഒന്നാരാ? സലോനി. സലോനിയുടെ കോൺട്രിബ്യൂഷൻ എത്ര മക്കളെ? നോക്കാം. സലോനിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1/4/2016 ബാലൻസ് സലോനിയുടേത് 2 ലക്ഷമാണ്. അതിന് 8% ഇൻട്രസ്റ്റ് അലോ ചെയ്യുന്നത് അല്ലേ? 8%. 2 ലക്ഷത്തിന് 8%, 2 lakh. 2 lakh. അതിൻ്റെ 8%. ഈ ഓപ്പണിംഗ് ബാലൻസ് ഫുൾ എടുക്കാം. 16,000 ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താ? ഇത് ഒരു വർഷം മുഴുവനായിട്ടുണ്ടാവും. ഇനി അതേപോലെ സൃഷ്ടിയുടെ എത്ര രൂപ ഓപ്പണിങ്ങിലുണ്ട് നമുക്ക് നോക്കാം. സൃഷ്ടിയുടെ എത്ര രൂപ ഓപ്പണിങ്ങിലുണ്ട്? സൃഷ്ടിയുടെ 3 ലക്ഷം ഉണ്ട്. അപ്പോൾ അതിൻ്റെ 8% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സൃഷ്ടിയുടെ 3 ലക്ഷം, അതിൻ്റെ 8% എത്ര ഉണ്ടാവും? 3 lakh × 8%, 24,000. ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ്. ഇനി അഡീഷണൽ ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ നമ്മളിവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് എന്ന് അറിയാം. അപ്പം ഞാനിവിടെ എഴുതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ അഡീഷണൽ ക്യാപിറ്റൽ. അഡീഷണൽ ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ് ഇവിടെ നോക്കാം. അഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റൽ നോക്കിക്കോണേ. ഓൺ ജൂലൈ 1, 2016, ജൂലൈ മാസം. അത് ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. അപ്പോൾ ജൂലൈ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് 9 മാസമല്ലേ 12 ഉണ്ടാവുക? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 9 മാസം. സലോനി ഇൻട്രഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ 9 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക. സലോനി 50,000 ഇറക്കി. സെയിം ഡേറ്റിൽ സൃഷ്ടി 60,000 ഇറക്കി. രണ്ടാക്കും 9 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ സലോനി 50,000 ഇറക്കിയിട്ടുണ്ടായിരുന്നു. സലോനി 50,000, അതിന് 8%. 9 മാസത്തേക്കല്ലേ? 9/12 ഇങ്ങനെ ചെയ്യാം. അത് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മാസത്തെ കിട്ടും. ടോട്ടൽ 12 മാസത്താണല്ലോ തരിക. 12 ഡിവൈഡ് ചെയ്ത് 1 മാസം ഇൻറ്റു 9 അടിച്ചാൽ അതിനാണിത്. അപ്പോൾ ഇൻറ്റു 9/12 അടിച്ചാൽ മതി. 50,000 ഇൻറ്റു 8% ഇൻറ്റു 4,000 കിട്ടും. 4,000 ഇൻറ്റു 9/12 ചെയ്താൽ 3,000 വരും. ഇവിടെ 3,000. അതേപോലെ നമ്മൾ സൃഷ്ടിയുടേത് ചെയ്യണം. സൃഷ്ടിയുടെ കേസിൽ വരുമ്പോൾ എത്ര രൂപ സൃഷ്ടി അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്? സൃഷ്ടിയുടെ അഡീഷണൽ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 60,000, 60,000, 60,000. 60,000-ന് 8%, അതും 9 മാസത്തേക്ക്. രണ്ടും ജൂലൈയിലാണല്ലോ, അപ്പോൾ 9 മാസം ഉണ്ടാവും. 60,000 ഇൻറ്റു 8% ഇൻറ്റു 9/12, 3,600. ഇതാണ് ഇവരുടെ ഇൻട്രസ്റ്റ്, കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ്. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഇത്രയും ഉണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ഇവർ വിഡ്രോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രോയിങ്സിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് ഇവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ അറിയോ? ഇവർ അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിൻ്റെ മേലെയും അതേപോലെ ഓപ്പണിങ്ങിലുള്ള ക്യാപിറ്റലിൻ്റെ മേലെയും ഫുൾ ഇൻട്രസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ ഒക്ടോബർ മാസം, അതേപോലെ മറ്റേ ആൾ ജനുവരി മാസം. ഞാൻ ഇത് എഴുതിയിട്ട് പറഞ്ഞുതരാം. അതൊരു ക്ലാരിറ്റി ഞാൻ കൃത്യമായിട്ട് തരാം. നോക്കിക്കോളാം. ഫസ്റ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ കുറക്കുകയാണ്. ഇത് എന്തിനാ കുറച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. ലെസ് എന്തിനാ കുറക്കണം ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളാം.
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ വിഡ്രോവൽ. വിഡ്രോവലിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എനിക്ക് കുറയ്ക്കാം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കാരണം ഞാൻ ഫുൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ അടിയിലാണ് ഇവർ സാധനം എടുത്തുകൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും മാസത്തെ അവിടെ ഐറ്റം അത്രയും എമൗണ്ട് അവിടെ കിടക്കണില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, അത് കട്ട് ചെയ്തിട്ട് ഞാൻ അത് ക്ലിയർ ആക്കി തരാം. നോക്കിക്കോളാം. ഫസ്റ്റ് ഇത് എത്ര വിഡ്രോവൽ നോക്കുക നിങ്ങൾ. എത്രയാണ് നമ്മുടെ സലോനി വിഡ്രോ ചെയ്ത്? സലോനിയുടെ വിഡ്രോവൽ നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ 1 അറിയാം അല്ലേ? ഒക്ടോബർ 1. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസത്തെ പൈസ 6 മാസം വിഡ്രോവൽ നടത്തിയിട്ടുണ്ട്. 6 മാസം മുമ്പ് എത്ര രൂപ പിൻവലിച്ചു? 30,000. അപ്പോൾ ആ അഡീഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തുകൊണ്ട് അത്രയും എമൗണ്ട് നമുക്ക് കുറയ്ക്കാം. നോക്കുക, സലോനി എത്ര രൂപ പിൻവലിച്ചത്? 30,000 അല്ലേ? ആ 30,000 രൂപയുടെ 8% ആദ്യം കണ്ടുപിടിച്ച്. 30,000ൻ്റെ 8% എത്ര ഉണ്ടാവും? 30,000ൻ്റെ 8% 2,600 ഇൻറ്റു 6/12 1,200 ഉണ്ടാവും. ഇത് ഞാൻ കുറക്കും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? കാരണം ഞാൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തു, മൊത്തം ക്യാപിറ്റൽ. അപ്പോൾ ആ ക്യാപിറ്റലിൽ പെട്ട ഒരു സാധനമാണ് അവർ അതിനടിയിൽ നിന്ന് പിൻവലിക്കുന്നത്, 30,000. അപ്പോൾ അത് കൊടുത്ത സ്ഥിതിക്ക് അതെനിക്ക് കുറച്ചുകൂടെ, കാരണം അത്രയും ക്യാപിറ്റൽ അവിടെ കീപ്പ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആ 30,000ൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കട്ട് ചെയ്യാം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഫുൾ ക്യാപിറ്റലിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മേലെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സാധനം വലിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? ഇല്ല, അത് ഇങ്ങോട്ട് വലിക്കും. ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എനിക്കുള്ളതല്ല. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മുടെ സൃഷ്ടി എത്ര രൂപ പിൻവലിച്ച് നോക്കുക. സൃഷ്ടി പിൻവലിച്ച എമൗണ്ട് ക്വസ്റ്റിലുണ്ട്. എത്ര രൂപ പിൻവലിച്ചിട്ടുണ്ട്? 15,000 രൂപ. അത് പിൻവലിച്ച ഡേറ്റ് ജനുവരി 1. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തേക്കുള്ളത് കുറച്ചാൽ മതി. സോ 15,000 ഇൻറ്റു 8% ഇൻറ്റു 3/12. 15,000 ഇൻറ്റു 8% ഇൻറ്റു 3/12. 300 രൂപ കുറച്ചാൽ മതി. 300. കാരണം അത്രയും 3 മാസത്തെ പൈസ പിൻവലിച്ചതുകൊണ്ട്, 3 മാസം മുന്നേ പിൻവലിച്ചുകൊണ്ട് അത്രയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുത്ത സ്ഥിതിക്ക് അത് ഇങ്ങോട്ട് തന്നെ വലിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ നോക്കിയാൽ മതി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര വരിക? ഇവിടെ ഒരു 16,000 കൊടുക്കണം, 3,000 അഡീഷണൽ കൊടുക്കണം. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് പിൻവലിച്ചുകൊണ്ട് അത്രയും കുറക്കാം. അപ്പോൾ 19,000 1,200 കുറച്ച് എത്ര ഉണ്ടാവും? 17,800 അല്ലേ? നെക്സ്റ്റ് ഇവിടെ സൃഷ്ടിക്ക് 24,000 കൊടുക്കണം, 3,600 കൊടുക്കണം. അപ്പോൾ 27,600 ഉണ്ട്. അതിന് 300 കുറച്ചാൽ 27,300. 27,300 ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നല്ല ശ്രദ്ധ വേണം കേട്ടോ. ഇത് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല. ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം എന്നറിയോ? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചോദിച്ചാൽ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷനാണ് ക്വസ്റ്റ്യനിൽ മിസ്സിംഗ് ആണെങ്കിൽ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ ചോദിച്ചാൽ, നിങ്ങളൊരു ചെറിയ ഷോപ്പ് ഇടുകയാണ്. ചെറിയൊരു ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആ ഷോപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു കച്ചവടം, എന്തോ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു 1,000 രൂപ ഉണ്ട് വെച്ചോ. 1,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഈ 1,000 വെച്ചാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ രാത്രി നിങ്ങൾ വീട്ടിലെത്തി കിടന്നുറങ്ങാനായി. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുകയാണ്, ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, ഒരുപാട് എക്സ്പെൻസുകൾ എനിക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് വരുമാനങ്ങളും വന്നിട്ടുണ്ട്, ഇതൊന്നും ഞാൻ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ലാഭം എത്രയായിരിക്കും? ഇന്നത്തെ ലാഭം എത്ര ഉണ്ടാവും? ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലൊരു ഐഡിയ വരികയാണ്, എൻ്റെ പേഴ്സിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപ ബാക്കിയുണ്ട്. അങ്ങനെ എണ്ണി നോക്കിയ സമയത്ത് നിങ്ങൾക്ക് 2,500 രൂപ കാണുന്നുണ്ട്. ഇതാണിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോസിംഗ് എമൗണ്ട്, ക്ലോസിംഗ് ബാലൻസ് 2,500 രൂപ. മക്കളെ, സിമ്പിളായിട്ട് പറഞ്ഞൂടെ, നിങ്ങൾ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ലാഭം 1,500 രൂപയാണെന്നുള്ളത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1,000 രൂപ ഉണ്ട്.
വീട്ടിലെത്തി കിടന്നുറങ്ങുമ്പോൾ പേഴ്സ് നോക്കിയപ്പോൾ 2500 ഉണ്ട്. ഇതിന് എക്സ്പെൻസും ഇൻകം എഴുതി വെക്കേണ്ടല്ലോ ആവശ്യമുണ്ടോ? എത്ര രൂപ എക്സ്ട്രാ കയറിയിട്ടുണ്ട്? 1500 രൂപ. അപ്പോഴാണ് നിങ്ങളിങ്ങനെ ആലോചിച്ചത് 1500 രൂപ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമോ? കാരണം രാവിലെ 1000 രൂപ ഉണ്ട്, രാത്രി വീട്ടിൽ പോയി കിടന്നുറങ്ങിയപ്പോൾ 2500 ഉണ്ട്. അപ്പോൾ 1500 രൂപ ഏറെ കിട്ടി. ശരിയാണ്, 1500 പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷെ ഉണ്ടാവുമോ? ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഒരു 100 രൂപയ്ക്ക്. 100 രൂപക്ക് ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? അത് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനല്ലേ ഫുഡ് കഴിച്ചത്? പേഴ്സണൽ ആവശ്യത്തിന് എന്ത് ഫണ്ട് ബിസിനസ്സിന് ഇറക്കിയാലും അത് ഡ്രോയിങ്സാണ്. പഠിച്ചോണം. അപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് വന്നിട്ടുണ്ട് എൻ്റെ ബിസിനസ്സിൽ. ഡ്രോയിങ്സ് എത്ര രൂപ? 100 രൂപ. അപ്പോൾ നിങ്ങളുടെ ശരിക്കുള്ള പ്രോഫിറ്റ് എത്ര? നിങ്ങളുടെ ശരിക്കുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1600 രൂപയാണ്. എങ്ങനെ മനസ്സിലാക്കാമെന്നറിയോ? വെരി ഈസി, വെരി സിമ്പിൾ. നിങ്ങളുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ട്? 2500. നിങ്ങളുടെ വയറ്റിൽ എത്ര രൂപയുണ്ട്? ഫുഡിൻ്റെ എത്ര രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? നിങ്ങളുടെ വയറ്റിൽ ആ പൈസ ഉണ്ടാവില്ല, 100 രൂപ. അപ്പോൾ 2600 രൂപ എൻ്റെ അടുത്തുണ്ട്. കാരണം 100 രൂപയ്ക്ക് ഞാൻ തിന്നതാ. 2500 രൂപ എൻ്റെ പേഴ്സിൽ ബാക്കിയുണ്ട്. സോ എൻ്റെ കയ്യിൽ തുടങ്ങുമ്പോൾ 1000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി? 1600. ഈസി, ഈസി, വെരി ഈസി. എൻ്റെ കയ്യിൽ തുടങ്ങുമ്പോൾ 1000 ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2500 ബാക്കിയുണ്ട്. സോ എൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ 2500, എൻ്റെ ഓപ്പണിംഗ് ക്യാപിറ്റൽ 1000. ക്ലോസിംഗ് ക്യാപിറ്റൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും 1500. ഓക്കെ ഫൈൻ, ഈസി, സിമ്പിൾ, സിമ്പിൾ ലോജിക്, കോമൺ സെൻസ് മതി. എന്നാൽ നിങ്ങൾ 100 രൂപയ്ക്ക് ഫുഡ് കഴിച്ചാൽ ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ശരിക്കുള്ള പ്രോഫിറ്റ് എത്ര? 100 രൂപ ഫുഡ് കഴിച്ചു, 100 രൂപ വയറ്റിലുണ്ട്, 2500 പേഴ്സിലുണ്ട്. അപ്പോൾ 2600 എൻ്റെ കയ്യിലുണ്ട്. ക്ലിയർ? 1000 രൂപ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര രൂപ എക്സ്ട്രാ ഉണ്ടാക്കി? 1600. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, സിമ്പിളായിട്ടൊരു കാര്യം പറയാണ്. നിങ്ങൾ ഉണ്ടാക്കിയ ലാഭം 1600 രൂപ. നിങ്ങൾ ഉണ്ടാക്കിയ ലാഭം എത്ര? 1600 രൂപ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2500 രൂപ. നിങ്ങളുടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ 100 രൂപ. എൻ്റെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എല്ലാവരും പഠിച്ചു അല്ലേ? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? വെരി ഈസി, നോക്കിക്കോണേ. 2500 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബാലൻസ്. 100 രൂപയാണ് ഡ്രോയിങ്സ് കൂട്ടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 2600. നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര? 1600 അല്ലേ? ആ 1600 രൂപ പ്രോഫിറ്റ് അല്ല എക്സ്ട്രാ ഉണ്ടാക്കിയത്. അത് കുറച്ച് നിങ്ങളുടെ കയ്യിൽ തുടങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? 1000. ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതിങ്ങനെയാണ് പഠിക്കേണ്ടത്. ക്ലിയർലെ പോയിന്റ്? അപ്പോൾ എന്താ ഞാൻ പഠിപ്പിച്ച പോയിന്റ് എന്താ? ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് പ്രോഫിറ്റ്. ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് ഇപ്പോൾ ബാക്കിയുള്ള പൈസ, പിന്നെ എൻ്റെ വയറ്റിലുള്ള പൈസ ഡ്രോയിങ്സ്, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്ത പൈസ, ഇത് രണ്ടും എൻ്റെ തന്നെയാണ്. എനിക്ക് വന്ന പ്രോഫിറ്റ് ആണ് കുറച്ച് തുടങ്ങുമ്പോൾ എത്ര രണ്ട് കിട്ടും. ഈസി, ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. നോക്കിക്കോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എയും ബിയും പാർട്ട്നേഴ്സാണ്, ഒരു ബിസിനസ്സിൻ്റെ പാർട്ട്നേഴ്സാണ്. അവരുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. പോയിന്റ് നല്ല ശ്രദ്ധിക്കണം. എൻഡ് ഓഫ് ദ ഇയർ, ഈ വർഷം അവസാനിക്കുന്ന സമയത്ത്. ഇത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണോ മക്കളെ? അല്ല, ഇത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. 46,000 നമ്മുടെ എൻ്റെ കയ്യിലുണ്ട്, 34,000 നമ്മുടെ ബിൻ്റെ കയ്യിലുണ്ട് ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിട്ട്. ഡ്യൂറിങ് ദ ഇയർ 2023 എത്ര രൂപ പിൻവലിച്ചു? 6,800. ലിസൺ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു പിൻവലിച്ച് അതിലേക്ക് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. റീസൺ അറിയണമെങ്കിൽ ബാക്ക് അടിച്ച് കാണുക. അതേപോലെ 10,700 ആര് പിൻവലിച്ചു? നമ്മുടെ ആര് പിൻവലിച്ചു? ബി പിൻവലിച്ചു. സോ ഇത് ആഡ് ചെയ്യണം. ക്ലിയർ? ആഡ് ചെയ്യാനുള്ള റീസൺ ഞാൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു, ഒന്നുകൂടെ കാണാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 200 രൂപയും ബീൻ്റെ 300 രൂപയും. സിമ്പിളാണ്. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതും ആഡ് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അത് പാർട്ട്നേഴ്സ് നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള പൈസയാണ്. പാർട്ട്നേഴ്സ് ഇങ്ങോട്ട് തരാനുള്ള പൈസയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ പഠിച്ചാൽ മതി. പാർട്ട്നേഴ്സ് ഇങ്ങോട്ട് തരാനുള്ള പൈസ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി അതേപോലെ എ ഹാഡ് ബീൻ, റീസൺ ഞാൻ പറയൂ കേട്ടോ. എ ഹാഡ് ബീൻ ക്രെഡിറ്റഡ്. എക്ക് എത്ര സാലറി ഉണ്ട്? 3000. പാർട്ട്നേഴ്സിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതൊക്കെ എന്ത് ചെയ്യുക? കുറക്കുക. ബിക്ക് എന്ത് കൊടുക്കാണ്ട്? കമ്മീഷൻ 4000, അത് കുറയ്ക്കുക. പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളതല്ലേ, അതും കുറയ്ക്കുക. ക്ലിയർ? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണുക 6%. ഇത് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാനത് സോൾവ് ചെയ്ത് തരാം. സോൾവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞുതരാം. സിമ്പിൾ. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് റഫായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചതല്ലേ മക്കളെ?
ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും അതേപോലെ ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും അത് അറിയുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇത് ഡെബിറ്റ് സൈഡ്, ഇതേത് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഞാൻ ടി ഫോം സിമ്പിളായിട്ട് വരച്ചാണ്. ഇനി ഈ ഓപ്പണിംഗ് ബാലൻസ് എവിടെ കാണിക്കുക? ബാലൻസ് ബി ബാർ ഡി ഇവിടെ എഴുതുക, ബാലൻസ് ബി ബാർ ഡി ഇവിടെ എഴുതുക. ഓക്കെ, ഇതാണ് നമുക്ക് അറിയാത്തത്. ഇത് രണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ട് പാർട്ട്നേഴ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് അറിയില്ല. ഇനി ഇത് വെച്ച് നമുക്കിത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് സോൾവ് ചെയ്യാം. ശരിക്കും ഇത് എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇത് വെച്ച് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ പറ്റും. നോക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര മക്കളെ? എൻഡ് ഓഫ് ദ ഇയർ, ഈ വർഷം അവസാനിക്കുമ്പോൾ 46,000 ഏൻ്റെത്, 34,000 ബീൻ്റെത്. മക്കളെ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബാലൻസ് സി ബാർ ഡി ആണ്. ബി ബാർ ഡി അവിടെ ആണെങ്കിൽ സി ബാർ ഡി ഇവിടെ അല്ലേ വരിക അല്ലേ? എത്ര രൂപയാണ് നമ്മുടെ ഏൻ്റെ എത്രയാണ്? 46,000. ബീൻ്റെ എത്രയാണ്? 34,000. ഇത് നമുക്കറിയാം. ഏൻ്റെത് 46,000, ബീൻ്റെത് 34,000. ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. അതെവിടെ വരിക? ക്ലിയർ? പിന്നെ അടുത്തെന്താ പറഞ്ഞത്? ഡ്രോയിങ്സ്, പാർട്ണേഴ്സ് പിൻവലിച്ച പൈസ 6,800 10,700 അല്ലേ? എ 6,800 പിൻവലിച്ചു, ബി 10,700 പിൻവലിച്ചു. സോ ഡ്രോയിങ്സ് നമ്മൾ ഇവിടെ എഴുതുക. അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഡ്രോയിങ്സ് പാർട്ണേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുന്ന എമൗണ്ട് ആണ് ഡ്രോയിങ്സ്. സോ ഇവിടെയാണ് വരിക ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എത്രയാണ്? 6,800 അല്ലേ നമ്മുടെ ആരത്? ഏൻ്റെത് 6,800. ബീൻ്റെ എത്രയാണ്? 10,700. ഇതിവിടെ അല്ലേ എഴുതുക? യെസ്, നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്താ? പാർട്ണേഴ്സ് ഇങ്ങോട്ട് തരാനുള്ള പൈസയാണ് മക്കളെ. പാർട്ണേഴ്സ് ഇങ്ങോട്ട് തരുന്നതിന് പകരം പാർട്ണേഴ്സിന്റെ അക്കൗണ്ട് നമ്മൾ കുറച്ചാൽ പോരെ? നമ്മൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞതല്ലേ? അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസ കുറച്ചാൽ മതി എന്ന് പറഞ്ഞല്ലേ? സോ അത് നമ്മൾ ഡെബിറ്റിൽ എഴുതുക. 200 300. സോ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട് പോയി നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ 200, ഇവിടെ 300. ഇനി ഇവിടെ നോക്കുക, സാലറി ഉണ്ട് അല്ലേ? എൻ്റെ സാലറി 3,000, അതുപോലെ ബിക്ക് കമ്മീഷൻ 4,000. സാലറി പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള പൈസ അല്ലേ? കൊടുക്കാനുള്ള പൈസ ഇവിടെ എഴുതുക. സാലറി എക്ക് എത്ര? 3,000. കമ്മീഷൻ ആർക്കാ? എക്കാണോ ബിക്കാണോ? കമ്മീഷൻ കൊടുക്കാനുള്ളല്ലേ? കമ്മീഷൻ ബിക്ക് 4,000. ഇതൊക്കെ ഇവിടെയാണ് എഴുതുക. കൊടുക്കാനുള്ളതൊക്കെ പുറത്ത് എഴുതുക, പഠിച്ചതാണ്. നെക്സ്റ്റ് ഇനി എന്താ ഉള്ളത്? പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് പാർട്ണേഴ്സിന് കൊടുക്കാനുള്ളതല്ലേ? അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് 3,000. പ്രോഫിറ്റ് എങ്ങനെ വീതിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറയാത്തതുകൊണ്ട് ഈക്വലായിട്ട് വീതിക്കുക. ഈ 3,000 1,500 1,500 വെച്ച് വീതിക്കുക. സോ ഇവിടെ പ്രോഫിറ്റ് എഴുതാം. പ്രോഫിറ്റ് പാർട്ണേഴ്സിന് കൊടുക്കാനുള്ളതാണ്. രണ്ടാക്കും 1,500 വെച്ച് കൊടുക്കും. റേഷ്യോ പറയാത്തതുകൊണ്ട് ഈക്വലായിട്ട് വീതിക്കുക. ഓക്കെ, നമ്മളോട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എനിക്ക് ഇത് പഠിപ്പിച്ചാൽ നല്ല സുഖമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വല്ല പണിയുണ്ടോ? ഇല്ല. എങ്ങനെ കണ്ടുപിടിക്കുക? ഇതും പ്ലസ് ചെയ്യുക, അതായത് ഇതും മൈനസ് ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അതായത് പാർട്ണേഴ്സിൻ്റെ അക്കൗണ്ടിൽ, അതായത് ഡ്രോയിങ്സ് ആഡ് ചെയ്യുക. അതായത് ക്ലോസിംഗ് ബാലൻസ് ഇതല്ലേ? അതായത് ക്ലോസിംഗ് ബാലൻസ്, അതിൽ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആഡ് ചെയ്യുക. സാലറി കുറക്കുക, അതേപോലെ പാർട്ണേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ടുകളൊക്കെ കുറക്കുക. ഈ ലോജിക്കാണ്, ഈ അക്കൗണ്ടിൻ്റെ ലോജിക്കാണത്, വേറെ ഒന്നുമില്ല. ഈ ക്യാപിറ്റൽ കിട്ടാൻ ആ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്കിത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് ചെയ്യാം. നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. വർഷം തന്നിട്ടുണ്ടോ? 31st December 2023. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ എഴുതേണ്ടത്? ഫോർ ദ ഇയർ 2023. ഇങ്ങനെ നമ്മൾ എഴുതി. ഇനി നമ്മൾ ജസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ 3 കോളം. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, ഇനി എ ബി. മക്കളെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം നമ്മൾ ടാസ്ക് അല്ലേ? ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ ഓൺ 31/12/2023. ഇതല്ലേ ക്ലോസിംഗ് ഡേറ്റ്? 31 December 2023 അല്ലേ? സോ അന്ത ക്ലോസിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ് എൻ്റെ എമൗണ്ട്? എൻ്റെ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 46,000. ഇതാ ബിൻ്റെത് 34,000. ഞാനത് എഴുതി വെക്കുകയാണ്. എൻ്റെത് 46,000, ബിൻ്റെത് 34,000. ഇതിക്ക് എന്താ ആഡ് ചെയ്യാനുള്ളത്? ഡ്രോയിങ്സ് ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ആഡ് ചെയ്യണം. ആഡ് ഡ്രോയിങ്സ്. പിന്നെന്താ ആഡ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ആഡ്
ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇതിൻ്റെ ലോജിക്ക് ഞാൻ ഡിസ്കസ് ചെയ്തു, അക്കൗണ്ട് വരച്ചു ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കുക. ഡ്രോയിങ്സ് ഞാൻ ആഡ് ചെയ്യാണ്. എത്ര ഡ്രോയിങ്സ് ഉള്ളത്? ANDക്ക് 6800 ആഡ് ചെയ്യുക, BNDക്ക് 10700 ആഡ് ചെയ്യുക. അപ്പോൾ ANDയിൽ 6800 ആഡ് ചെയ്യുന്നു, BNDയിൽ 10700 ആഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ANDയിൽ ഇതാ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ANDയിൽ 200 ആഡ് ചെയ്യുക, BNDയിൽ 300 ആഡ് ചെയ്യുക. ANDയിൽ 200 ആഡ് ചെയ്യുന്നു, BNDയിൽ 300 ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്തു. ഇനി സാലറി ആണെങ്കിൽ കുറക്കുക അല്ലേ? സാലറി പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലെ വരിക. അപ്പോൾ ബാലൻസ് കിട്ടണമെങ്കിൽ കുറയ്ക്കണം. സാലറി കുറക്കുക. സാലറി ആരിൽ നിന്ന് കുറച്ചാൽ മതി? ANDയിൽ നിന്ന് കുറക്കുക. അപ്പോൾ എഴുതാണ് ലെസ് സാലറി. എത്ര സാലറി? ANDയിൽ നിന്ന് എത്ര സാലറി കുറക്കാണ്ട്? സാലറി 3000 കുറയ്ക്കാണ്ട്. 3000. ഈ കുറക്കാനുള്ളതൊക്കെ ബ്രാക്കറ്റ് ഇടുക കേട്ടോ. നെക്സ്റ്റ് കമ്മീഷൻ. കമ്മീഷൻ ആർക്കാണ്? ബിക്കാണ്. BNDയിൽ നിന്ന് കമ്മീഷൻ കുറക്കുക. കമ്മീഷൻ എത്ര കുറക്കാണ്ട്? 4000. എന്നാലേ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടുള്ളൂ. പിന്നെ പ്രോഫിറ്റ് ഷെയർ, ലെസ് പ്രോഫിറ്റ്. 3000 മൊത്തം പ്രോഫിറ്റ്. രണ്ടാളിൽ നിന്ന് ഈക്വലായിട്ട് 1500 വെച്ച് കുറക്കുക. 3000 ഇൻറ്റു 1/2 ഹാഫ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മുടെ എഴുതാണ് ക്യാപിറ്റൽ ഓൺ 1/1/2023. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. 46,000 രൂപയാണ് ഓപ്പണിങ്ങിലുള്ളത്. ആ 46,000ത്തിലേക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം. 46,000 പ്ലസ് 6,800 പ്ലസ് 200, 53,000. അതിന് 3000 നമ്മൾ കുറച്ചു. പിന്നെ നമ്മൾ 1500 റുപ്യ പ്രോഫിറ്റ് ഷെയറും കുറച്ചു. അപ്പം 48,500 ഉണ്ടാവും ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ. ഇനി അതേപോലെ ബീൻ്റെത് ചെയ്യുമ്പോൾ 34,000 പ്ലസ് 10,700 പ്ലസ് 300, 45,000. അതിന് 4,000 നമ്മൾ കുറച്ചു. പിന്നെ നമ്മൾ 1,500 കുറച്ചു. 39,500 ഉണ്ടാവും. ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ തന്നെ എഴുതി വെക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ANDതും കാണണം, ബീൻ്റെതും കാണണം. ANDത് 48,500 അതിൻ്റെ എത്ര ശതമാനം ഉണ്ടാവും? 48,500 എത്ര ശതമാനം മക്കളെ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% അല്ലേ? 6%. 48,500 6%. നമ്മുടെ എഴുതുകയാണ് 48,500 ഇൻറ്റു 6%. 2,910. ഇതാണ് AND ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബീൻ്റെത് വരുമ്പോൾ 39,500 39,500 6%. 2,370. ഇത്രയേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.